കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗമുണ്ടാകുന്ന മാസം ഏതാണ്? സംശയിക്കേണ്ട, പുതുവർഷമാണ്. അതായത് ജനുവരിയാണ്. ഇത് ഹോസ്പിറ്റൽ ഡാറ്റകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതായത് സർക്കാർ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന ഡാറ്റകൾ വെച്ചാണിത് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ പുതുവർഷ ആഘോഷങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഈ ഡിസംബർ മാസമാണ് പുതുവർഷ ആഘോഷം നടക്കുന്നത് കൂടുതലായിട്ടും. ആ സമയം നമ്മൾ കഴിക്കുന്ന ബിരിയാണി, കേക്ക്, ഇതിലെല്ലാം ധാരാളം കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തുള്ളതാണ് രുചിക്ക് വേണ്ടി. പിന്നെ അതിന് പുറമെ മദ്യം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാസം കൂടിയാണ് ഡിസംബർ. ഇതിൻ്റെ പരിണിത ഫലമായിരിക്കും രോഗമുണ്ടാകുന്നത്. അത് ജനുവരിയിലായിരിക്കും അതിൻ്റെ പ്രതിഫലനം. അപ്പോഴേക്ക് പലരും ഹോസ്പിറ്റലൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരു രോഗാവസ്ഥ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഡിസംബർ മാസം കരുതിയിരിക്കുക. പ്രത്യേകിച്ച് മലയാളികൾ, ലോകത്തെമ്പാടും ഉണ്ട് ഇത്. പക്ഷേ ഇന്ത്യയിൽ മലയാളികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.